ചെറുപ്പത്തിലായിരിക്കാം, പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ എൻഗേജ്ഡ് ആണ്, അതായത് നിങ്ങൾ എല്ലാവരും ഒരു നെറ്റ്വർക്കിലാണ്, വലകൾക്കുള്ളിലാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾക്ക് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീലേ ഗുരുവിന്റെ ഏത് വലിയ വാചകങ്ങളും ഇവിടെ ഉദ്ധരിച്ചിട്ട് കാര്യമില്ല. ഇല്ലേ, ഇനി എത്ര വലിയ വിവേകാനന്ദം വന്നാലും നിങ്ങൾ വിചാരിക്കാതെ നമ്മൾക്ക് ഇതിന് മാറ്റം വരുത്താൻ പറ്റുമോ? ആ കാലമൊക്കെ മാറിയെന്ന് നമ്മൾ, പക്ഷെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതിക്ക് കാലാവസ്ഥാ വ്യതിയാനം പറഞ്ഞപ്പോ കണ്ടില്ലേ, ഈ മെയ് മാസത്തിൽ ഇതാ കറുത്ത് നിൽക്കുക. അപ്പൊ അത് ആർക്കും ബോധ്യപ്പെട്ടില്ല, എല്ലാവർക്കും. ഇപ്പൊ മനുഷ്യനിലെ കാലാവസ്ഥ വ്യതിയാനം വന്നു, അതും തിരിച്ചറിയാൻ പറ്റാതിരിക്കുകയാണ്. ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഓരോ മനുഷ്യരുടെയും ഓരോ വീടുകളിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. പുറത്തു പറയില്ല എന്നുള്ളത് വാസ്തവം. സ്വന്തം വീട്ടിൽ ഉപ്പോ മുളകോ കഴിഞ്ഞാൽ പോലും തൊട്ടടുത്ത വീട്ടിൽ ചോദിക്കാത്ത കുടുംബങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ സ്വന്തം വീട്ടിൽ ചുഴലിക്കാറ്റുണ്ടെങ്കിൽ പുറത്തു പറയുമോ? പറയില്ല അവര്. പക്ഷെ നമ്മുടെ മക്കളുടെ പ്രകൃതിക്ക് എന്ത് സംഭവിച്ചുവെന്നും അതിനെന്താണ് കാരണമെന്നും അതിനുള്ള ചികിത്സയും നമ്മൾ ചെയ്തേ പറ്റൂ. അത് ഈ സംഘത്തിന് ചെയ്യാൻ പറ്റും. അതായത് ഒരു പൊതുബോധമുള്ള ഒരു സംഘത്തിൽ ഇത്രയും കുട്ടികൾ വന്നു ചേരുക എന്നുള്ളത് അപൂർവമാണ്. ഇന്നത്തെ കാലത്ത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ വിളിച്ചാലും ഇതേപോലെ പൊതുബോധമുള്ള കുറച്ച് കുട്ടികൾ വന്നു ചേരുന്നത് അഭൂതപൂർവമായ കാഴ്ചയാണ്. അപ്പൊ മാറ്റം വരുത്താൻ നമ്മൾക്ക് പറ്റും. ഒരു കൊതുക് വന്ന് കടിച്ചാൽ നമ്മൾ കൊതുകിനെ തല്ലിക്കൊണ്ടേയിരിക്കും. വൈകുന്നേരത്ത് വീണ്ടും വന്ന് കടിച്ചാൽ വീണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ബാറ്റ് എടുത്ത് കൊതുകിനെ പൊട്ടിക്കും, അല്ലെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു കടമെടുത്ത് അതിൽ ചകിരി വേപ്പിന്റെ ഇടയ്ക്കിടന്ന് പുകയ്ക്കും. ടെറസോടാണെങ്കിൽ പോയിക്കോ, കാരണം ഇല്ല, പോകില്ല. എന്നാൽ നമ്മൾ വീടിന് പുറകിൽ കിടക്കുന്ന ഒരു ചിരട്ടിയിലോ ടയറിന്റെ വെള്ളം കമഴ്ത്തി കളയില്ല. ഒരു ടീസ്പൂൺ വെള്ളത്തിൽ 1,00,000 കൊതുകുകളും പോയിരിക്കുമ്പോൾ നമുക്കറിയുമെങ്കിലും ആ വെള്ളത്തെ കമഴ്ത്തി കളയാൻ നമുക്ക് അറിയില്ല. രോഗത്തെ ചികിത്സിക്കാൻ അറിയുള്ളൂ. കൊതുകിനെ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് കൊന്നുകൊണ്ടിരുന്നു. എല്ലാം പറയാൻ പറ്റുമോ? ഇനി എന്റെ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ചൂട്, നല്ല ചൂടായി എന്ത് പറയും? അച്ഛൻ 1.5 ടൺ AC വാങ്ങി വെക്കാൻ പറയില്ലേ മകള്? എന്നാൽ 35 ടൺ AC തരുന്ന ഒരു വേപ്പിന്റെ മരം വെക്കാൻ എന്റെ മകൾ പറയോ? പറയില്ല. രോഗത്തെ മാത്രം ചികിത്സിച്ചാൽ മതി. കൊറോണ വന്നാൽ കൊറോണയ്ക്കുള്ള മരുന്ന് വേണമെന്നേ പറയുള്ളൂ. കൊറോണ വരാതിരിക്കാനുള്ള മാർഗം ആർക്കും വേണ്ട, ഇല്ലേ? കുറെയൊക്കെ മാർഗങ്ങൾ ചെയ്തു, മറന്നില്ലേ? മറന്നു. രോഗത്തെ അല്ല, രോഗത്തിന്റെ കാരണത്തെ വേണം ചികിത്സിക്കാൻ. എനിക്ക് കൂടുതൽ ഞാൻ പറഞ്ഞ 2 മിനിറ്റോടൊന്നും ശരിയാവില്ല. പക്ഷെ ഉള്ളത് 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ കൂടുതലായിട്ട് ഇതിന്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും നിസാരവും നിലവാരം കുറഞ്ഞതുമായിട്ടുള്ള കയ്യിലിരിക്കുന്ന ഈ സാധനത്തിൽ നിസാരവും നിലവാരം കുറഞ്ഞതുമായിട്ടുള്ള കണ്ടന്റുകൾ സ്ഥിരമായി കാണുന്നത് മൂലം മനുഷ്യന്റെ ബുദ്ധിക്കും മനസ്സിനും അപചയം സംഭവിക്കുമ്പോൾ ബ്രെയിൻ റോട്ട് എന്ന അവസ്ഥ സംഭവിക്കുന്നു. അതാണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്. ആ സംഭവിക്കുന്നതിലൂടെ ദോഷം അത് തിരിച്ചറിയപ്പെടാൻ നമ്മൾ വൈകി. ഞാൻ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യും? മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. വീടുകളിലാണ് ഈ കുട്ടികൾ ജീവിക്കുന്നതെങ്കിൽ മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് സംഭവിച്ചു കൊടുക്കുന്ന യഥാർത്ഥ മൂല്യച്യുതി എന്നത് അന്യന്റെ വേദന അറിയാനുള്ള മനസ്സില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൊട്ടപ്പുറത്ത് ഒരു പെൺകുട്ടിക്ക് I love you പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ 12 സെക്കൻഡിനകത്ത് മറുപടി കിട്ടിയില്ലെങ്കിൽ ആ മതിൽ ചാടിയ പെൺകുട്ടിയെ തീർക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഇവിടെ. വഴിയെങ്കിലും കൂടെ സ്പീഡിൽ പോണ ഒരു ബൈക്കിനെ നടക്കുന്നിടത്ത് എന്തുണ്ടെങ്ങനെ പോണേ ചെറുതൊക്കെ എങ്ങനെ പോകാൻ പറ്റില്ല, എന്റെ ബൈക്കാണ്, എന്റെ പെട്രോളാണ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂടി വലിയ പറയാൻ പറ്റുമോ? തൊട്ടപ്പുറത്തെ കൽപ്പത്തിലിരിക്കുന്ന 3 കുട്ടികളോട് എന്നിട്ട് ഇവിടെ ഇരിക്കണേ രാത്രിയെ ചോദിക്കുന്നത്, അപ്പൊ എന്താ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന പ്രകൃതക്കാർ ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഒരു ബബിൾഗം തിന്നുന്നത് പോലും 60 ഗ്രാം പ്ലാസ്റ്റിക് ആണ് വയറ്റിലേക്ക് ആക്കുന്നത് പോലും അറിയാത്ത മണ്ടന്മാരും മണ്ടികളും ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. എന്റെ ഈ കുഞ്ഞുകുട്ടിയെ ഞാൻ വൈകുന്നേരം 4 മണിക്ക് ഒരു കുറെ പാക്കറ്റ് ഒരു 10 രൂപയുടെ ജ്യൂസും ഇന്ന് വാങ്ങിച്ചു കൊടുത്താൽ നാളെ 4 മണിക്ക് ഈ കുട്ടി എന്നെ തേടി വരുന്ന ഒരു കാലമാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ഓരോ സെക്കൻഡ് ഒരു കയ്യിലിരിക്കുന്ന ഒരു സാധനത്തിലായിക്കോട്ടെ, ഒരു കടകളിലായിക്കോട്ടെ, മധുരമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു തവണ കഴിച്ചാൽ പോലും ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലഹരി മീൻസ് കള്ളും കഞ്ചാവും മാത്രമല്ല ലഹരി, ബാക്കി എല്ലാ ലഹരികളിലേക്കുള്ള വാതിലുകൾ നിങ്ങൾ തുറന്നിട്ടിരിക്കുക. ആ ലഹരികൾ വരുന്നത് നിങ്ങൾ അറിയുന്നില്ല. കള്ളും കഞ്ചാവും മാത്രമാണ് ലഹരി എന്ന് പറഞ്ഞായിരിക്കും എപ്പോഴും. ആ തെറ്റിദ്ധാരണ മാറ്റണം. ഇനി ഞാൻ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കണം, ജീവിത നിപുണതകൾ. ഇപ്പൊ ഈവന്റ് മാനേജ്മെന്റ് പഠിപ്പിക്കാൻ ഇപ്പൊ കോഴ്സുകളാണ് അല്ലേ? പണ്ടുകളൊക്കെ നമ്മൾ കല്യാണ വീടുകളിൽ ഈവന്റ് മാനേജ്മെന്റ് സുന്ദരമായി ചെയ്തിരുന്നു. ഇപ്പൊ കോഴ്സായി പഠിപ്പിക്കും. അതുപോലെ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കാൻ ഇപ്പൊ കോഴ്സുകൾ സർവകലാശാലകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന 10 തരം മൊഡ്യൂളുകൾ ഇറങ്ങിയിരിക്കുന്നു. എല്ലാം ഇറങ്ങി ലൈഫ് സ്കിൽസ് അഥവാ ജീവിത നിപുണതകൾ. 18 വയസ്സായിട്ട് മുമ്പ് മണിവസ്ത്രം പോലും കഴുകാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ജീവിത നിപുണത പഠിച്ചിട്ടില്ല. വൈകുന്നേരം ഒരു 9 മണി നേരത്തെ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്നിട്ട് ഈ മഴയും വരുമ്പോൾ നമ്മുടെ അമ്മ ടെറസിന്റെ മേലേക്ക് ഒരു തുണി എടുക്കാനായിട്ട് ഓടി കയറുന്നുവെങ്കിൽ ആ അമ്മടൊപ്പം പോകുന്ന ഒരു കുട്ടി ആ വീട്ടിലില്ലെങ്കിൽ ആ കുട്ടി ജീവിത നിപുണത പഠിച്ചിട്ടില്ല. ആ കട്ടപ്പൊടി കിടക്കുന്ന സമയത്ത് അമ്മയൊന്ന് തലചുറ്റി വീണാൽ പോലും അവളെ കിടന്നത് പോലും അറിയാതെ കാലത്ത് മരിച്ച അത് കാണേണ്ടി വരുന്ന മക്കൾ ചിലപ്പോൾ നമുക്കിടയിൽ ഉണ്ടാവും. അവർ ജീവിതം നിപുണത പഠിച്ചിട്ടില്ല.
ഒരു മദേഴ്സ് ഡേ വരുന്ന സമയത്ത് അമ്മയുടെ ഫോട്ടോ ഇട്ടിട്ട് എന്റെ അമ്മയാണ് എന്റെ ഹീറോ, ഇത്രയും വളർത്തി വലുതാക്കിയ എന്ന് പറയാൻ ചിലപ്പോൾ കുട്ടികളുണ്ടാവും. ഒരു ഫാദേഴ്സ് ഡേ വരുമ്പോൾ അച്ഛന്റെ ഫോട്ടോ ഇട്ടിട്ട് എന്നെ എത്രയാക്കിയ എന്റെ അച്ഛനാണ് എന്റെ ഹീറോ എന്ന് നിങ്ങൾ പറയും. പക്ഷെ ആ അച്ഛനോ അമ്മയോ ചെയ്യുന്ന ഒരു ജോലിയിൽ പോലും നിങ്ങൾ സഹായിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഞാൻ ഒരു ഉത്തമ ഉദാഹരണം പറയാം. ഈ ഇരിക്കുന്ന കുട്ടികളിൽ ഇന്ന് രാവിലെ ഉറങ്ങിയിരിക്കുമ്പോൾ 6:30 മണിക്കോ 7 മണിക്കോ എത്ര പേര് അവരെ കിടന്ന് അപേക്ഷിച്ചൊന്നും മടക്കി വെച്ച് കൊടുത്ത് മടക്കി വെച്ചിട്ടുണ്ടാവാം. ജീവിതത്തിന്റെ കൂടെ നിങ്ങൾ എവിടെ പഠിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്ങനെ മാറ്റം കൊണ്ടുവരും? ലൈഫ് സ്കിൽസ് അല്ല, ജീവിതം നമ്മൾ എവിടെ പഠിപ്പിക്കുക? അതുവഴി കോഴ്സ് അല്ല, വീടുകളിലാണ്. വീടുകളിൽ ഒരു അമ്മ കടലിൽ നിന്ന് കയറിൽ വെള്ളം കോരുന്നുണ്ടെങ്കിൽ ആ അമ്മ ചെയ്യുന്ന യോഗയാണ്. ആ യോഗയ്ക്ക് വേറെ കോഴ്സ് വേണ്ട. പക്ഷേ നമ്മളിപ്പോൾ അത് കോഴ്സായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി. അപ്പൊ എന്തായി? ജീവിതം നമ്മളുടെ കൈവിട്ട് പോയി. ജീവിതം അഥവാ വീട്ടു ജോലികൾ, പ്രായത്തിനനുസരിച്ചുള്ള ജോലികൾ പഠിക്കണം. അപ്പോഴേ അന്യന്റെ സഹജീവിയുടെ ദുഃഖം നമ്മൾ അറിയുള്ളൂ. അവനവന്റെ ജീവിതത്തിലെ അവനവന്റെ സുഖത്തിനെ ആചരിക്കുന്നവ അവന്റെ സുഖത്തിനായി വരണം. ആരാ പറഞ്ഞു ചോദിച്ചാൽ പോലും ചിലവർക്ക് അറിയില്ല. നമ്മുടെ ഗുരു ഞാൻ പറഞ്ഞത്. എന്നിട്ടും നമ്മളെവിടെ എത്തി? അപ്പൊ അന്യന്റെയും അമ്മയുടെയും തൊട്ട പെറ്റ അമ്മയുടെ വേദന നമ്മൾ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടാവണം. സഹാനുഭൂതി എന്നത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ. തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ കരുണാകരൻ ചിലപ്പോൾ ഫോൺ ചെയ്യും, അല്ലേ? അതിന് സഹതാപം എന്ന് പറയും. ഇനി കരുണാകരൻ ആ വീട്ടിൽ പോയി അയാളുടെ കൈ പിടിച്ച് 2 മിനിറ്റ് വർത്തമാനം പറഞ്ഞ് കണ്ണിലൂടെ കണ്ണീരൊന്ന് വന്നു. സഹാനുഭൂതി. മറ്റൊരാളുടെ വേദന തന്റേതാക്കുന്ന സ്വഭാവം വന്നു. ഇനി ആ വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ല എന്നപ്പോ കരുണാകരൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം വെച്ച് അടുക്കളപ്പുറത്തോട് ആ വീട്ടിലേക്ക് എത്തിക്കുന്നു. അതിന് കരുണ എന്ന് പറയും. ഇതൊക്കെ കോഴ്സായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയാലേ നമ്മുടെ ദുര്യോഗം എന്നല്ലാതെ എന്ത് പറയാം? ജീവിതം പഠിപ്പിക്കാതെ മക്കൾക്ക് തിരിച്ചു വരില്ല എന്ന് മനസ്സിലായ? നമ്മൾ ഈ ഇരിക്കുന്ന കുട്ടികൾ ക്ലാസ് റൂമുകളിലല്ല A+ വാങ്ങിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചിറങ്ങി ആ സ്കൂളിൽ നിന്ന് ഏറ്റവും അവസാനത്തെ സ്കൂൾ വിട്ടിറങ്ങുന്ന സമയത്ത് ആ ടീച്ചറുടെ കാൽ പിടിക്കുന്നതിലൂടെ ടീച്ചറുടെ മനസ്സിൽ 1000 വട്ടം A+ വാങ്ങുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് നമ്മൾ മാറണം. ഇന്ന് വാങ്ങിയിരിക്കുന്ന A+ എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ ഫുൾ A+ വാങ്ങിയ യോഗ്യരാണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇന്ന് നിങ്ങൾ തോൽക്കാതെ ഈ 12ാം ക്ലാസ്സും 13ാം ക്ലാസ്സും വരെ പഠിച്ചിട്ട് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ തോൽക്കരുത് മക്കളെ. ജീവിതത്തിലാണ് ഫുൾ A+ വേണ്ടത്. അതിന് ജീവിതത്തെ കൊണ്ട് പരിശീലിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് രക്ഷണിച്ച എല്ലാവർക്കും